പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം സിബിഐക്ക് വിട്ട് സർക്കാർ ഉത്തരവ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ ജയപ്രകാശ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ തൃപ്തി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഗവർണർ സർക്കാരിന് കത്ത് നൽകിയത്. ഗവർണറുടെ നിർദ്ദേശത്തിൽ സർക്കാർ തീരുമാനമെടുക്കാനിരിക്കെ ഇന്ന് 11 മണിയോടെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്, അമ്മാവൻ ഷിബു എന്നിവർ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. മകന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജയപ്രകാശ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഇത് അംഗീകരിച്ച മുഖ്യമന്ത്രി സിബിഐ അന്വേഷണത്തിന് തയ്യാറാണെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛന് ഉറപ്പു നൽകുകയായിരുന്നു. കുറെ വിവരങ്ങൾ എനിക്ക് അവിടുന്ന് കിട്ടുകയും ചെയ്തു. ഞാൻ ഇതെല്ലാം മുഖ്യമന്ത്രിയോട് വിശദീകരിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് തോന്നുന്നു മുമ്പേ ഈ കാര്യങ്ങളൊക്കെ. പുള്ളി പറഞ്ഞിപ്പോൾ ആവശ്യം നിങ്ങൾക്ക് എന്താണ്? ഞാൻ പറഞ്ഞു സാർ അതിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സിബിഐ അന്വേഷണം തന്നെ വേണം. പുള്ളി അത് വായിച്ച് നോക്കി ഒരു 5 മിനിറ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ട് എന്നോടിപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു, ഓക്കെ സിബിഐ അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സിബിഐ അന്വേഷണത്തിന് വിടാം. തൊട്ടു പിന്നാലെ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നു. സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ നെടുമങ്ങാട് സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ABVP നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വസതിയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ലോങ് മാർച്ചും നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളിൽ സമ്മർദ്ദത്തിലായ സർക്കാർ അന്വേഷണം സിബിഐക്ക് വിടാൻ നിർബന്ധിതമാകുകയായിരുന്നു. കേസിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനത്തിൽ LDF ഘടകകക്ഷികളിലും അതൃപ്തി പ്രകടമായി. ഇനിമേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് SFIക്ക് നിർദ്ദേശം നൽകണമെന്ന് RGD മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ജനം, തിരുവനന്തപുരം.